മേരീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മല്ലിയിലയും ഒക്കെ ചേർത്ത് എരിവും പുളിയുമുള്ള ഒരു മുളക് കുഴമ്പാണ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ ഓണത്തിന് തൊട്ടുകൂട്ടാനൊക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങളിതുപോലെയൊക്കെ ഇന്ന് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 2 കെട്ട് മല്ലിയിലയാണ് എടുത്തിരിക്കുന്നത്. അതായത് ഇച്ചിരി ഏറെ മല്ലിയില വേണം ഇതിന്, അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമുക്കിതൊന്ന് കണ്ടിച്ച് അതിൻ്റെ വാടിയതൊക്കെ മാറ്റിക്കളഞ്ഞ്, ഇത് പുതുതായിട്ട് ഞാൻ കടയിൽ നിന്ന് കൊണ്ടുവന്നത് പൊടിയാണ്, അതാണ് നല്ലത് ഏറ്റവും. അപ്പം നമുക്കിതൊന്ന് കണ്ടിച്ചെടുക്കാം. ഇപ്പം ഞാനിതെല്ലാം കണ്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഞാനിത് 3ആയിട്ടാണ് കണ്ടിച്ചത്. തീരെ ചെറുതായിട്ടൊന്നും കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണമെന്നൊന്നുമില്ല. ഇതിങ്ങനെ 3ആയിട്ട് കണ്ടിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ കണ്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് നമ്മളൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നമുക്കത് കഴുകിയെടുക്കാം. നമ്മൾ നല്ലവണ്ണം ഇത് വെള്ളത്തിലിട്ട് നല്ലവണ്ണം വിടർത്തി വേണം കഴുകാൻ. അതിന് ശേഷം മണ്ണെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം പോകണം. ഇപ്പം ഞാനിത് നല്ലവണ്ണം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വെള്ളം നല്ലവണ്ണം വലിയണം. അതിന് വേണ്ടി തൊള്ളയുള്ളൊരു പാത്രത്തിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. കണ്ടോ, ഇതുപോലെ ഇരിക്കുന്നു. നല്ലവണ്ണം വെള്ളം വന്നതിന് ശേഷം നമ്മളൊരു കിച്ചൺ ടവൽ കൊണ്ട് ഇത് ടവലിൽ ഇതിട്ട് നിരത്തണം. അപ്പോൾ നമ്മൾ കിച്ചൺ ടവൽ എടുക്കുമ്പോൾ കോട്ടൺ ആയിരിക്കണം എടുക്കേണ്ടത്. അതിന് ചോദിച്ചെന്നാൽ നമ്മളിതിലൊപ്പി വെള്ളം നല്ലവണ്ണം വലിയണം. അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് നിരത്തിയിടണം. ഇങ്ങനെ നിരത്തിയിട്ടതിന് ശേഷം പതുക്കെ ഒന്ന് ഉപ്പിയെടുക്കണം. രണ്ടറ്റവും ഇങ്ങനെ നല്ലവണ്ണം ഉപ്പിയെടുക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റെ വെള്ളം ആ തോർത്തയിലോട്ട് വലിഞ്ഞെടുക്കുള്ളൂ. അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് വാളംപുളി വെള്ളത്തിലിടുകയാണ് വേണ്ട. അതായത് വാളംപുളി ഇത് ഇവിടുന്ന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വാളംപുളിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കുരുവൊക്കെ കാണും. അപ്പോൾ അതൊക്കെ മാറ്റിയതിന് ശേഷം വേണം നമുക്കത് വെള്ളത്തിലിടാൻ. ഇതാണ് പുളി. ഇത്രയും പുളി വേണം. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് നാരോ അതുപോലെ തന്നെ കുരുവൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതെല്ലാം മാറ്റണം. കാരണം എന്നാന്ന് വെച്ചാൽ നമ്മൾ അരച്ചാണ് ഇത് കുതിർത്ത് കഴിയുമ്പോൾ അരച്ചെടുക്കുകയാണ്. അപ്പം അതിൻ്റെ അകത്ത് കുരു കാണാൻ പാടില്ല. ചെറിയ ചെറിയ കുരു ഇതിൻ്റെ അകത്തുണ്ട്. ഇതൊക്കെ നമ്മൾ മാറ്റണം. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇത് കുതിരണം നല്ലവണ്ണം. അപ്പം കുറച്ച് ചൂടുവെള്ളം നേരത്തെ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി വേണ്ടത് മുളകാണ്. ഞാനിവിടെ 2 തരത്തിലുള്ള മുളകും ചേർക്കുന്നുണ്ട്. അതായത് എരിവുള്ളതും എരിവില്ലാത്തതും. അപ്പം ചില്ലി മുളകാണിത്. അത് ഞാനിവിടെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് കാശ്മീരി മുളകാണ്. അപ്പോൾ ഞാൻ 2 മുളകും കിട്ടും. കാശ്മീരി മുളക് ഇച്ചിരി കൂടുതലും മറ്റേത് ഇച്ചിരി കുറച്ചുമാണ് എടുത്തിരിക്കുന്നത്. അപ്പം എരിവ് കൂടുതൽ വരാൻ പാടില്ലല്ലോ. എരിവ് കൂടുതലൊന്നും കഴിക്കാൻ പാടില്ല. അത് കാരണമാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇനി ഒന്ന് എണ്ണയിൽ വറുത്തെടുക്കണം. അതിനായിട്ട് നമുക്ക് ഇത്തിരി ഉലുവായും കടുകും കൂടെ വറുത്തെടുക്കണം. ഇത് ലാസ്റ്റാണ് പൊടിച്ച് ചേർക്കുകയാണ്. അപ്പം ഇതിലേക്ക് 1 സ്പൂൺ, ഇപ്പം പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് 1 ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കാം. അതോടൊപ്പം 1 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വെക്കാം. തണുത്ത് കഴിയുമ്പം പൊടിച്ചെടുക്കാം. മുളക് വറുത്തെടുക്കാൻ വേണ്ടി ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ എരിവുള്ള മുളക് ആദ്യം ഇട്ട് കൊടുക്കാം.
ഇത് നമുക്ക് മാറ്റാം. ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കാശ്മീരി മുളക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു സ്വല്പം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ മല്ലിയിലയും കൂടെ വാട്ടിയെടുക്കണം. പിന്നെ നമ്മൾ എരിവുള്ള മുളക് വറുത്തത്, ഇത് നമ്മൾ കാശ്മീരി ചില്ലി വറുത്തതാണ്. പക്ഷേ ഇനി അതിൻ്റെ ആ ഞെട്ടെല്ലാം കൂടെ പറിച്ചതിന് ശേഷം, ഇത് തണുത്തതിന് ശേഷം വേണം മിക്സിയിൽ ഇത് അരച്ചെടുക്കാൻ. അപ്പം ഞാൻ അതിൻ്റെ ഞെട്ടെല്ലാം ഒരു മിക്സർ ജാറിലേക്ക് നമുക്ക് ആദ്യമേ മുളകിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത വാളംപുളിയും അതിൻ്റെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. വഴറ്റിയ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. സ്വല്പം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇപ്പം മിക്സിയിൽ ഞാൻ അരച്ചെടുത്തതാണ്. നല്ലോണം അരഞ്ഞിട്ടുണ്ട്. ഇത് ഇത്തിരി ചാറ് പോലെ ആക്കത്തില്ല. ഇപ്പം ഞാനൊരു ഫാൻ അടുപ്പ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി ഏറെ, ഒരു 3-4 ടീസ്പൂണോളം എണ്ണ വേണം. ഇത്തിരി എണ്ണ ഏറെ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. ചൂടാകട്ടെ. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം.
കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളിയെല്ലാം നല്ലവണ്ണം മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടിട്ട് കൊടുക്കാം. നമ്മൾ വറുത്ത് പൊടിച്ച ഉലുവയും കടുകും കൂടെ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇത് തണുത്ത് കഴിയുമ്പം കുപ്പിയിലിട്ട് വെക്കാം. ഒരു 3-4 ആഴ്ചയൊക്കെ ഇരിക്കും. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഓണത്തിന് ഇതുപോലെയൊക്കെ എല്ലാവരും ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് തണുക്കട്ടെ. ഇപ്പം നല്ലോണം തണുത്ത് ഞാനിത് കുപ്പിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഉണ്ടോ? ഇനി കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് എണ്ണ നല്ലോണം തെളിഞ്ഞ് അതിൻ്റെ മുകളിൽ കിടക്കും. അപ്പോൾ വളരെ ടേസ്റ്റിയും നല്ല രുചിയായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഈ ഓണത്തിന് എല്ലാവരും ഇതുപോലെ ഒരു റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഇനി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.